സത്യത്തിൽ ഈ സവിശേഷമായ ഒരു സ്വഭാവം ഇവരിലേക്ക് എത്തിപ്പെടുന്നത് എങ്ങനെയാണ്? ഇവർ ഈ മുന്നണിയുടെ ഭാഗമാകുമ്പോഴാണോ ഈ രോഗം പിടിപെടുന്നത്, അതോ ഈ രോഗം പിടിപെടുന്നവരാണോ ഈ മുന്നണിയുടെ ഭാഗമാകുന്നത്? രണ്ടും അറിഞ്ഞൂടാത്തൊരു കാര്യമാണ്. ഈ ഇലക്ഷന് മത്സരിച്ച ഒട്ടുമിക്ക സ്ഥാനാർത്ഥികളും കിളിപോയ നിലയിലാണ്, സ്ക്രൂ ഇളകിപ്പോയ അവസ്ഥയിലാണ്. എന്താണെന്ന് വെച്ചാൽ അവർക്കൊന്നും ഒരു രൂപവും ഇല്ല. ഈ 10-15 ദിവസം ഈ ചൂടും വെയിലും കൊണ്ട് ഓടി സ്വീകരണമെല്ലാം വാങ്ങിച്ച് സംഗതി പിരിവെട്ടി കിടക്കുകയാണ്. അവരെല്ലാവരും ജയിക്കുമെന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവും. കാരണം അവരിതിൻ്റെ ഭാഗമായി പോയതുകൊണ്ട്. ഉറപ്പായും തോറ്റുപോകുന്ന പലരും, എന്നോട് തന്നെ പലരും ജയിക്കുമെന്നും തകർക്കുമെന്നും ഒക്കെ പറയുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. ഉറപ്പായും തോക്കുമെന്ന് എല്ലാ ഘടകങ്ങളും നമുക്കറിയാമെങ്കിൽ പോലും നമുക്ക് അവരെ വിടണം. എന്താണെന്ന് വെച്ചാൽ അവർ സ്ഥാനാർത്ഥികളാണ്, അതുകൊണ്ട് അതിനെ വിട്ടേക്കണം. ഇപ്പം നമ്മുടെ മേജർ രവിയെപ്പോലെയുള്ള എൻ്റെ സുഹൃത്താണ്, അദ്ദേഹമൊക്കെ പറയുന്നത് ജയിച്ചാലുള്ള ഒരു പ്രതിസന്ധിയെക്കുറിച്ചാണ് പുള്ളി ആലോചിക്കുന്നത് മൊത്തം. അത് ജയിച്ചാൽ ജനങ്ങൾ അത്ര പ്രതീക്ഷയോടെ ജയിപ്പിക്കുമ്പോൾ ഇവിടെ തുടരേണ്ടതല്ലേ, എനിക്ക് പുറത്തോട്ട് പോകാൻ കഴിയുമോ എന്നൊക്കെയാണ് ഒരു ചാനലിനോട് ചോദിക്കുന്നത്. അതൊക്കെ ഒരു പക്ഷേ മത്സരിച്ച ആളുകളെന്നുള്ള നിലയിൽ നമുക്ക് വിടാം. ഇത്തവണത്തെ ഇലക്ഷൻ കോമഡി എന്ന് പറയുന്നത് നമ്മുടെ 2020 ആയിരുന്നു. നമ്മുടെ ബോബനും മോളിയും പോലെ ആയിരുന്നു നമ്മുടെ സാബു ജേക്കബിൻ്റെ 2020. സംഗതി എന്തെല്ലാം തരത്തിലുള്ള കോമഡികളാണ് ഒരു കൂട്ടം സീരിയൽ നടന്മാരെയും നടിമാരെയും രംഗത്തിറക്കി. അവരെ എല്ലാവരുടെയും പേരും സ്ഥാനാർത്ഥിത്വവും എല്ലാം പ്രഖ്യാപിച്ചു കഴിഞ്ഞാണ് അറിയുന്നത് 2-3 പേര് വോട്ടർ പട്ടികയിൽ തന്നെ ഇല്ല. അതുപോലും നോക്കാൻ സാധിച്ചതിന് സമയം കിട്ടിയില്ല. പിന്നെ അദ്ദേഹം കൊണ്ടുപോയി നിർത്തിയ ആളുകൾ ആരൊക്കെയാണ്? നമ്മുടെ സാക്ഷാൽ അഖിൽ മാരാരെ പോലുള്ളവരെയൊക്കെയാണ് കൊണ്ടുവന്ന് എവിടെ മത്സരിപ്പിച്ചത്? തൃക്കാക്കരയിൽ. എന്താ സ്ഥിതി? തൃക്കാക്കര മൊത്തം ഒന്ന് പുള്ളി കണ്ടുപോലും തീരാനുള്ള സമയം കിട്ടിയില്ല. എന്ന് മാത്രമല്ല, ഈ അവിടെയൊക്കെ പണ്ട് നമ്മുടെയൊക്കെ നാട്ടിൽ ഈ എരിയുന്ന പന്തത്തിലൊക്കെ മത്സരിച്ച കുറേ പേരുണ്ടായിരുന്നു. അതിനേക്കാൾ വലിയ കോമഡി ഷോയാണ് പുള്ളിയൊക്കെ അവിടെ പോയി നടത്തിയത്. ഈ ചാനലിലൊക്കെ ഇരുന്ന് പ്ലാൻഡായിട്ട് ചില കാര്യങ്ങൾ പറയുകയും ചില PR സപ്പോർട്ടോടുകൂടി ചിലത് അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന എല്ലാവർക്കും ഭയങ്കര ലോജിക്കും സെൻസിബിളും ഒക്കെ ആണെന്ന് തോന്നിയെങ്കിൽ ഭയങ്കര കോമഡിയായിരുന്നു ഇത്തവണത്തെ ഇലക്ഷൻ. പിന്നെ ഒരു സ്ഥാനാർത്ഥിയാണെങ്കിൽ പേര് മാറ്റാൻ വേണ്ടി നടക്കുന്നു, വേറൊരു സ്ഥാനാർത്ഥിയാണെങ്കിൽ ചക്ക വിരിഞ്ഞാൽ താമരയാകും എന്നും പറഞ്ഞ് നടക്കുന്നു. അങ്ങനെ എന്തെല്ലാം കോമഡികളാണ്. ഒരു നമ്മുടെ 2020യുടെ സ്ഥാനാർത്ഥി പറയുന്നത്, ഈ പറയുന്ന പോലെ ഞാനൊരു വീട്ടിൽ വോട്ട് ചോദിക്കാൻ ചെന്നപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് എന്നെ MLA എന്ന് വിളിച്ചു. MLA എന്നും മെമ്പറേന്നും ഒക്കെ വിളിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൻപുറത്തുണ്ട്. മത്സരിക്കാതെ തന്നെ MLA എന്ന് വിളിക്കുന്ന പേരുള്ളവരുണ്ട്, മന്ത്രി എന്ന് വിളിക്കുന്നവരുണ്ട്. അതൊക്കെ നാട്ടിൻപുറത്ത് ഈ ഇരട്ടപ്പേരെന്നൊക്കെ പറഞ്ഞ് പിന്നെ അത്തരത്തിലൊക്കെ വിളിക്കുന്ന ആളുകളുണ്ട്. ഏതായാലും MLA എന്ന് വിളിച്ചതുകൊണ്ട് ഞാൻ MLA ആവും എന്നാണ് ആ സ്ഥാനാർത്ഥി പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ കിളി പോവുകയല്ല ചെയ്തത്. എന്താ പറയേണ്ടതെന്ന് എനിക്ക് അതിനകത്ത് അറിഞ്ഞുകൂടാ. ഒരു കിളി ഇരുകിളി മുക്കിളി നാക്കിളി എന്നൊക്കെ പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ, ഓലത്തുമ്പത്ത് ആടാൻ വാ എന്ന് പറഞ്ഞതുപോലെ മൊത്തം കിളിയും കൂടെ പറന്നു പോയൊരു സ്ഥിതിയിലാണ് സംഗതി നിൽക്കുന്നത്. ഈ കോമഡി എല്ലാം ചേർത്ത് എന്താണ് ഈ സംഭവിച്ചത് എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് ആ സംശയം അങ്ങ് മാറിയത്. അത് വേറൊന്നും കൊണ്ടല്ല, ആ സംശയം മാറാനുണ്ടായ സാഹചര്യം നമ്മുടെ ആരാണെന്നറിയോ? നമ്മുടെ സാബുച്ചായൻ സംസാരിച്ചപ്പോഴാണ്. അച്ചായൻ സംസാരിക്കുന്നത് കേട്ടോളൂ. ആ വാവളന്ന് സംസാരിക്കുന്നതൊക്കെ കണ്ടാൽ വലിയ ഒരു രാഷ്ട്രീയ ഭിഷഗ്വരനും ഗുരുവും ഒക്കെ ആയി തോന്നും. കേട്ടോളൂ. അല്ലെങ്കിൽ എവിടെയൊക്കെ ഇപ്പൊ പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ ഞങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടില്ല. ആ കാര്യത്തിൽ എറണാകുളത്ത് 6 സീറ്റ് വിജയിക്കുമെന്ന് അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷന്റെ ഗ്യാപ്പ് ആയിരിക്കണം അതുകൊണ്ട് അദ്ദേഹം ആ രീതിയിൽ പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഇവിടെ അക്കൗണ്ട് തുറക്കില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അത് പിന്നെ 3 പിന്നെ 2 ഡിജിറ്റിൽ മേലെയായി, പിന്നെ 20 30 80 സീറ്റുകളിൽ ഞങ്ങള് ഈ മുന്നണികൾ അത്ര കട്ടയ്ക്കുള്ള മത്സരമാണ് നടക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഇപ്പോൾ ഇത്തവണ ഒരു LDF തരംഗമോ UDF തരംഗമോ ഇല്ല എന്നുള്ളതാണത്. പൊതുവെ ഞാൻ കാണുന്നത് ജനങ്ങള് ഒരു നിർവികാരത, അതായത് മടുത്തു, രാഷ്ട്രീയത്തോട് മടുത്തു. ആരെ വിജയിപ്പിച്ചാലും ഒന്നും ഈ ജനങ്ങൾക്ക് കിട്ടില്ല എന്നുള്ളൊരു മനസ്സ് പോലെ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവിടെയാണ് ഞങ്ങളുടെ NDAയുടെ വിജയം. കാരണം 70 വർഷക്കാലം LDFനെ പരീക്ഷിച്ചു, UDFനെ പരീക്ഷിച്ചു, മാറി പരീക്ഷിച്ചു. ഇത് പറഞ്ഞങ്ങോട്ട് തീരുകയും പുള്ളിയുടെ വീട്ടിലൊരു കൂട്ടക്കരച്ചിലായിരുന്നു അത്രേ. അപ്പായിക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നും പറഞ്ഞ് മക്കളെല്ലാവരും കരഞ്ഞെന്ന്. എന്ന് പറഞ്ഞാൽ എറണാകുളത്ത് 6 സീറ്റ് പുള്ളിയുടെ ആർക്കാ? ഈ ചക്കക്കുരുക്കാർക്കെല്ലാം കൂടെ. അത് പുള്ളി ആരോട് പറഞ്ഞില്ലെന്ന്?
രാജീവ് ചന്ദ്രശേഖറിനോട് പറഞ്ഞില്ലെന്ന്. രാജീവ് ചന്ദ്രശേഖർ എന്താ ചെയ്തത്? അദ്ദേഹം ചോദിച്ചപ്പം അതിനെ ഒരു തമാശ പോലെ എടുത്തു, വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട്. അങ്ങനെ ചെയ്യാനൊക്കെ ഉള്ളൂ, 140 സീറ്റ് കൂടുതൽ എന്തായാലും കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞങ്ങ് ഒഴിവായി. ഒരുപാട് പ്രമാണിമാരാരും മിണ്ടാൻ ധൈര്യം കാണിച്ചില്ല. എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ശോഭാ സുരേന്ദ്രൻ മൊഴി കൊടുക്കാൻ വന്നു RDO ഓഫീസിൽ. ഇന്നലെ കണ്ട ശോഭയെ അല്ല ഇന്ന് കാണുന്നത്. വളരെ സ്വാഭാവികമായി വർത്തമാനം പറഞ്ഞ് ഒരു വീര്യവും പോരാട്ട വീര്യവും ഒന്നുമില്ലാതെ സാധാരണ ആളിനെ പോലെ മടങ്ങി. അവിടെ എല്ലാവരും പ്രസ്താവന കൊടുക്കുന്നു, ഭരിക്കുന്നവരും പ്രതിപക്ഷത്താവുന്നവരുമൊക്കെ കൊടുക്കുന്നതിനൊക്കെ ഒരു മിതത്വമുണ്ട്. അപ്പോഴാണ് പുള്ളി വന്ന് നിന്ന് കാച്ചുന്നത്. സത്യത്തിൽ നമ്മുടെ ഒരു വിചാരം എന്താ, രാഷ്ട്രീയക്കാരനൊക്കെ തീരെ വിവരമില്ലാത്തവനും കൊള്ളരുതാത്തവനുമൊക്കെയാണ്. ഇതുപോലെ കച്ചവടക്കാരനും വ്യാപാരിയൊക്കെ ആയവൻ വലിയ മിടുക്കനാണ്. ഇവനൊക്കെ മരയൂളകളാണ്. സത്യം പറഞ്ഞാൽ പൊളിറ്റിക്കൽ മരയൂളകളാണ്. എന്ത് വർത്തമാനമാണ് ഒരു ചാനലിൽ നിന്ന് കേരളത്തെ നോക്കി പറയുകയാണ് 6 സീറ്റ് പിന്നെ പുള്ളിയുടെ പാർട്ടി എറണാകുളത്ത് പിടിക്കുമെന്ന്. എന്തോ പിടിക്കുമെന്നാ? ഇതുപോലെ മേശപ്പുറത്തിരിക്കുന്ന ഗ്ലാസ് പിടിക്കുകയോ പേന പിടിക്കുകയോ ഒക്കെ ചെയ്യാം. അല്ലെങ്കിൽ പുള്ളിക്ക് ഇപ്പോൾ പിടിച്ചേക്കുന്ന പോലെ കൈ കെട്ടിയിട്ട് ബെൽറ്റേ പിടിക്കാം, അല്ലെങ്കിൽ പോക്കറ്റിൽ പിടിക്കാം. അല്ലാതെ എവിടെ 6 സീറ്റ് പിടിക്കുന്നത്? ഇതൊക്കെ ഒന്ന് പറയുന്നതിനൊരു ചളിപ്പില്ലയോ? സത്യം പറഞ്ഞാൽ അതുകൊണ്ടാണ് പുള്ളി കണ്ടെത്തിയ അഖിൽമാരാരെ പോലുള്ളവർ ഈ വായി വരുന്ന പോലെ എല്ലാം പറഞ്ഞത്. കഴിഞ്ഞ ദിവസം നമ്മുടെ താര ടോജോ അലക്സ് അവരുടെ പേജിൽ വി മിസ് യു ഗെയ്സ് എന്നും പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇവരുടെയൊക്കെ അഭ്യാസങ്ങളും ഡാൻസുകളും പല പ്രവൃത്തികളും ഒക്കെ കഷ്ടമാണ്, കഷ്ടം. Oh God! You again? വീണ്ടും നിങ്ങളോ? ഉമ്മ കാണിച്ചാലോ, നോക്കോ എടുത്തോണ്ട് പോക്കോ ഇനി തന്നെ.